ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു MASHUP. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാലന്റൈൻസ് ഡേ ഒക്കെ വരാൻ പോകല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ മേക്കപ്പ്. ഓക്കെ, സോ നോർമലി വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ റെഡ് റോസ് അങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച ഇപ്രാവശ്യം ഒരു പിങ്ക് ഫുള്ളൊരു പിങ്കിഷ് വാലന്റൈൻസ് ഡേ മേക്കപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓയിൽ ക്ലെൻസിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. എങ്ങനെ ഉണ്ടെന്നിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് അറിയിക്കണം കേട്ടോ എന്തായാലും. പിന്നെന്താ വേറെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒത്തിരി കത്തി വയ്ക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. പക്ഷേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെൽ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ VLCCയുടെ ലവബിൾ ലിപ്സ് പീച്ച് വെച്ചിട്ട് ലിപ്സിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, പിന്നെ ഞാനിവിടെ എത്തിയിരിക്കുന്ന ഫൗണ്ടേഷൻ ലാക്മെ അബ്സല്യൂട്ട് വൈറ്റ് ഇൻറ്റൻസ് സ്കിൻ കവർ SPF 25. ഓക്കെ, അപ്പോൾ SPF ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല. അതിന് മുന്നേ ഞാൻ മോയ്സ്ചറൈസറും പ്രൈമറും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനെല്ലാം ഫേസ് ഫുള്ള് ഡോട്ട് ചെയ്തിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പോഞ്ച് വെച്ച് അത്ര നല്ലൊരു ഇത് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റി ബ്രഷ് വെച്ച് തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്തു ഫുള്ള് ഫൗണ്ടേഷൻ. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് തോന്നും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ഡ്രോപ്പൊക്കെ ഞാൻ ഭയങ്കര സെറ്റൊക്കെ ചെയ്ത് അടിപൊളിയൊക്കെ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ എവിടെ എന്തോ കളറൊക്കെ ഭയങ്കര എന്തൊക്കെയോ പ്രശ്നമായി, ഭയങ്കര ലൈറ്റായ പോലെ ഉണ്ട് ആ ഫൗണ്ടേഷൻ. പക്ഷേ ആക്ച്വലി അതെൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്. ഓക്കെ, ഷെയ്ഡ് നമ്പറൊന്നും അതിലിവർ എഴുതിയിട്ടില്ല കേട്ടോ, എന്തോ ആണ്. എന്നിട്ട് പിന്നെ ചെവിയിലും കഴുത്തിലൊന്നും ഇടാൻ മറക്കരുത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കൺസീലർ എടുത്തു, NYBയുടെ 2 ആണ് ഷെയ്ഡ്. അത് വെച്ച് കണ്ണും നമ്മുടെ T സോണും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ ഡ്രോ ചെയ്യാണ്. അപ്പോൾ കണ്ണിൻ്റെ അടിയിലുള്ള അണ്ടർ ഐസ് ഡാർക്ക് സർക്കിൾസൊക്കെ ഇത് വെച്ച് കവർ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതുപോലെ വരച്ചിട്ട് ക്യൂപ്പിഡ്സ് ബോണും ചിന്നും പിന്നെ ഞാൻ ചീക്സിലും ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെറുതാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ മുഖം ചെറിയതായി വന്ന പോലെ ഉണ്ടാവും. ഞാനൊരു സാധാ സ്പോഞ്ച് വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും, നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കും. അത് വെറ്റ് സ്പഞ്ചൊന്നുമല്ല, സാധാ സ്പഞ്ചും എക്സസൈറ്റിലൊക്കെ അതിൽ വന്നു. ഓക്കെ, നന്നായിട്ട് അത് ബ്ലെൻഡായി കിട്ടി എനിക്ക്. അടുത്ത ഞാൻ മിസ്ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ്, ബ്ലാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് പിരുകം നന്നായിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞു സ്ട്രോക്സ് പോലെ ഇട്ടിട്ട് വരച്ച് മെല്ലെ കൊടുക്കണം. ഓക്കെ, ഭയങ്കരമായിട്ട് വരച്ച് കൊടുക്കരുത്. പിന്നെ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മൾ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ തന്നെ ബ്രഷ് ഉണ്ട്, അത് വെച്ച് ഞാൻ നന്നായിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ഞാൻ അടുത്ത പിരുകും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടില്ല, നന്നായി കോംബ് ചെയ്ത് കൊടുത്തു. അടുത്ത പിരുകും ഇതേപോലെ തന്നെ ഞാൻ നന്നായിട്ട് വരച്ചു കഴിഞ്ഞു. അടുത്തത് ഞാൻ ഫുൾ ബേക്ക് ചെയ്യുകയാണ്. അതായത് നമ്മൾ കൺസീലറൊക്കെ യൂസ് ചെയ്തില്ല, അപ്പോൾ ആ ലൈൻസിൻ്റെ ഇടയിലൊക്കെ പോയിരിക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. സാധാരണ ഹിമാലയ ബേബി പൗഡർ ഇല്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അതെല്ലാം ഒന്ന് തട്ടിക്കളയാം. അപ്പോൾ കണ്ണിൻ്റെ അടിയിലത്തെ മാത്രം ലാസ്റ്റ് തട്ടിക്കളഞ്ഞാൽ മതി, കാരണം നമ്മൾ ഐഷാഡോ ഒക്കെ ഇടുമ്പോൾ പൊടിയൊക്കെ താഴത്തോട്ട് വീഴില്ലേ, അപ്പോൾ തട്ടുന്ന സമയത്ത് അതെല്ലാം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കണ്ണിൻ്റെ അടിയിലത്തെ മെല്ലെ തട്ടിക്കളഞ്ഞാൽ മതി. ഇനി അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, അടുത്തത് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ലാക്മെ അല്ല, നമ്മുടെ Maybelline മാസ്റ്റർ കോണ്ടോറിൻ്റെ കോണ്ടോർ കളർ എടുത്ത് ഞാനൊരു ആർട്ടിഫിഷ്യൽ ക്രീസ് ലൈൻ പോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മുടെയൊക്കെ കണ്ണിങ്ങനെ ഉള്ളിലോട്ട് പോയ പോലെയല്ലേ ഇരിക്കുക, അപ്പോൾ അതൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു നാച്ചുറൽ കളറാണ്, അപ്പോൾ അത് വെച്ച് ഞാൻ കണ്ണിന് ട്രാൻസിഷൻ കളറും അത് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ലിഡും ഒക്കെ ലൈറ്റായിട്ടൊന്ന് അത് വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. കണ്ടില്ല, അപ്പോൾ അത്രയൊക്കെ നമുക്ക് ഓവറായിട്ടൊന്നും തോന്നില്ല, നാച്ചുറലായിട്ട് തന്നെ തോന്നും. പിന്നെ ഞാൻ ഐലിഡിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫ്ലോക്ക് പാർട്ടിയിലത്തെ പിങ്ക് ഷെയ്ഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഭയങ്കര കാണുമ്പോഴൊക്കെ ഭയങ്കര പിഗ്മെൻറ്റഡാണ്, ബട്ട് തീരെയല്ല, ഒത്തിരി കഷ്ടപ്പെട്ട് ഒന്ന് കണ്ണിലൊന്ന് ഒട്ടിപ്പിടിപ്പിക്കാൻ ഞാൻ പിന്നെ ബ്രഷൊക്കെ ഒന്ന് വെറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ചെയ്തു കൊടുത്തത്. അപ്പോഴാണ് ശരിയായത്. നന്നായിട്ട് ലിഡിൽ മാത്രം ചെയ്യുക, എന്നിട്ട് പിന്നെ എന്താ പറയുക, ഒന്ന്
ഇത് കണ്ടില്ലേ. എന്നിട്ട് ഞാനത് ഒരു ബ്രഷ് വെച്ച് ഞാനൊന്ന് ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാം ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട്. അത് പോയി ഇതിൻ്റെ അകത്തുനിന്ന്. അടുത്ത കൊളോസലിൻ്റെ ഐലൈനർ പെന്ന് വെച്ച് ഞാനൊരു വിങ്ഡ് ഐലൈനർ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നല്ല നീണ്ടിട്ട് ഇരിക്കും കണ്ണ്, നല്ലൊരു ഡ്രമാറ്റിക് ലുക്കായിരിക്കും. ഓക്കെ, നല്ലതായിരിക്കും കണ്ണ് അടച്ചിരിക്കുമ്പോൾ അങ്ങനെ സൈഡൊക്കെ നോക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇങ്ങനത്തെ ഒരു ഐലൈനർ ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു ഐലൈനർ പെന്നാണ് കേട്ടോ. അത് നല്ല കളറൊക്കെ ഉണ്ട്. 2 കണ്ണും ഞാൻ അതുപോലെ വരച്ചു, കണ്ടില്ലേ. ഇതുപോലെ നന്നായിട്ട് വരയ്ക്കുക. അടുത്തത് എന്താ വെച്ചാൽ ഞാൻ ലോറിയലിൻ്റെ മാജിക് കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ അടിയിൽ നന്നായിട്ട് എഴുതുക. നല്ല തിക്കായിട്ട് എഴുതുക, ഡാർക്കായിട്ട് എഴുതുകയാണ്. കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ നിന്ന് ഔട്ടർ കോർണർ വരെ നന്നായിട്ട് എഴുതണം. ഓക്കെ, ഔട്ടർ കോർണറിൽ കുറച്ച് തിക്കാവണം, ഇന്നർ കോർണറിൽ വരുമ്പോൾ ചെറുതാവണം. പിന്നെ നന്നായി ടൈറ്റ് ലൈൻ ചെയ്യുക, അപ്പറും ലോവറും എന്താ പറയുക ലാഷ് ലൈൻസൊക്കെ. പിന്നെ 2 കണ്ണും ഇതേപോലെ തന്നെ നന്നായിട്ട് ചെയ്തിട്ട് നന്നായിട്ട് വരയ്ക്കുക. ഓക്കെ, കണ്ണൊക്കെ നന്നായിട്ട് ടൈം എടുത്ത് ചെയ്യണം. ഞാൻ ഒരു ബ്രഷ് വെച്ചിട്ട് താഴെ എക്സസൈഡിലൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു നാച്ചുറലായിട്ടിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മറ്റ് ലൈൻ വരച്ച പോലെ ഉണ്ട്, ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ഒരു നല്ല ലുക്ക് കിട്ടുള്ളൂ. സെയിം. എന്നിട്ട് ഞാൻ ബ്രോ ബോണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ അതേ ഫ്ലോക്ക് പാർട്ടി പാലറ്റിൽ നിന്ന് ഒരു റോസ് ഗോൾഡ് കളറാണ്. അപ്പോൾ ബ്രോ ബോണും ഞാൻ പിന്നെ ഇന്നർ കണ്ണിൻ്റെ ഇന്നർ കോർണറൊക്കെ ഒന്ന് ഞാൻ ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹൈലൈറ്ററൊക്കെ കറക്റ്റായിട്ട് ചെയ്യണേ. ഒത്തിരി ആവാൻ പാടില്ല, കണ്ണിൻ്റെ ഉള്ളിലോട്ട് ഒത്തിരി താഴത്തോട്ട് വരാൻ പാടില്ല. കറക്റ്റ് ബ്രോ ബോണും ആ ട്രാൻസിഷൻ്റെയും കൂടെ ഇടയിൽ ആ കളർ കൊടുക്കില്ല, ട്രാൻസിഷൻ അതിൻ്റെ ഇടയിൽ അങ്ങ് നിൽക്കണം. ഓക്കെ, ഒന്ന് ബ്ലെൻഡായി കിട്ടണം അതിന്. പിന്നെ ഇന്നർ കോർണറിലും അതേപോലെ തന്നെ ഞാൻ അതേ ബ്രോ ബോൺ ഹൈലൈറ്റർ വെച്ചിട്ട് തന്നെ ഞാൻ കണ്ണിൻ്റെ ഇന്നർ കോർണറും കൂടെ ഒന്ന് ചെയ്യണം. എന്നിട്ട് അത് തന്നെ ഒന്ന് ഒരു കാൽഭാഗം വരെ ഞാൻ കണ്ണിൻ്റെ അകത്തോട്ടൊന്ന് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ടൊരു അതേ സെയിം പിങ്ക് കളർ വെച്ചിട്ട് കണ്ണിൻ്റെ അടിയിൽ മേലേന്ന് താഴെ വരെ ജസ്റ്റ് ഒരു ലൈന് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കംപ്ലീഷൻ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ മേലെ കറുപ്പ് മുകളിൽ പിങ്ക് പോലെ ഉണ്ടാവും. പിന്നെ എക്സസൈഡിലെല്ലാം ഞാൻ തട്ടിക്കളയാണ്, ഫുൾ തട്ടിക്കളഞ്ഞ് എന്തെങ്കിലും എക്സസ് പൗഡറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടെ എന്നിട്ട് എല്ലാം കളഞ്ഞു. അടുത്ത് ഞാൻ ലാഷ് ഒന്ന് ഇത് ചെയ്യാണ്. നമ്മുടെ കളർബാറിൻ്റെ ഡിയോ മസ്കാര അതിൻ്റെ വോളിയൂം സൈഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ല തിക്നെസ് കിട്ടും. ഓക്കെ, അപ്ലൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, സ്കിന്നിലൊന്നും ആവാതിരിക്കാം. പിന്നെ കളയാനൊക്കെ ഭയങ്കര കഷ്ടമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഐലാഷ് കേൾ ചെയ്യാണ്. ഒരു കേളർ വെച്ചിട്ട് മിനിസോന്നാണ് അത് വാങ്ങിച്ചത്. നന്നായിട്ട് കേൾ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് കോൺടോർ ചെയ്യാണ്. കണ്ടില്ല, കണ്ണ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത കോൺടോർ ചെയ്യാണ്. മാസ്റ്റർ കോൺടോർ പാലറ്റ്, അതിൻ്റെ ഷെയ്ഡ് മീഡിയം ടു ഡീപ്പ്. ഓക്കെ, 20 അത് വെച്ചിട്ട് ആദ്യം ഞാൻ കോൺടോർ ചെയ്യാണ്. ചീക്ക് ബോൺ നന്നായിട്ട് ആദ്യം ലൈറ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കുക, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ ഒരു ബ്ലഷർ ഉണ്ട്. ആദ്യം കോൺടോർ ചെയ്യുക, ചീക്ക് കോൺടോർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നോസ് കോൺടോർ ചെയ്യുക. ലൈൻ വരച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്താണ് കൊടുക്കേണ്ടത്. ഓക്കെ, നോസൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യണം. വളഞ്ഞു പോയി കഴിഞ്ഞാൽ മൂക്ക് വളഞ്ഞിരിക്കും. ഓക്കെ, പിന്നെ മൂക്കിൻ്റെ അടിയിലും ജസ്റ്റ് ഒന്ന് ആ കളർ ഒന്ന് തട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ മൂക്കിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ എടുത്ത് കാണും. നമുക്ക് ആ വെള്ള കളർ ഫൗണ്ടേഷൻ ഇട്ടതിൻ്റെ കളറൊക്കെ അങ്ങനെ എടുത്ത് കാണും. എന്നിട്ട് കണ്ടില്ല, മൂക്ക് നന്നായില്ല. ഇനി ജോ ലൈനൊക്കെ നന്നായിട്ട് ഞാൻ കോൺടോർ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഒരു എൽ ഷേപ്പിൽ നന്നായിട്ട് കോൺടോർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഫോർഹെഡും ചെയ്യും, ടെമ്പിളും ചെയ്യും. അല്ലെങ്കിൽ കണ്ട എൻ്റെ ആ ഭാഗം ടെമ്പിളിൻ്റെ ഭാഗമൊക്കെ കുറച്ച് വൈഡായിട്ടിരിക്കും. കണ്ട, അതൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയും ഒന്ന് കോൺടോർ കൊടുക്കും. എല്ലാം ഹെയർ ലൈനിലോട്ട് നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അതങ്ങനെ ഇരിക്കുന്ന കാണാം. കണ്ടില്ലേ, അത് ആ ടെമ്പിൾ സൈഡും ഒക്കെ ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അടുത്ത ബ്ലഷാണ്. നമ്മളത് സെയിം പാലറ്റിൽ തന്നെ ബ്ലഷ് ഉണ്ട്. നല്ലൊരു അപ്രിക്കോട്ട് കളറാണ്, ഒത്തിരി അങ്ങ് പിങ്കിഷ് ഒന്നും അല്ല, നാച്ചുറൽ കളറാണ്. സോ അത് വെച്ച് നന്നായിട്ട് ബ്ലഷ് ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാരണ ചിരിച്ചിട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ ജസ്റ്റ് നമുക്കറിയുമല്ലോ ആ ഭാഗത്ത് അങ്ങനെ ജസ്റ്റ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതിന് എൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യണം, എല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൽ തന്നെ ഒരു ഹൈലൈറ്റർ കളറുണ്ട്, അത് വെച്ച് തന്നെ ഞാൻ ബ്ലഷിൻ്റെ മുകളിൽ, അതായത് ചീക്ക് ബോണിലും കൂടെ, ചീക്ക് ബോണിൻ്റെ മുകളിൽ ഒന്ന് ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യും. ഫോർഹെഡിലും ഞാനൊന്ന് ഹൈലൈറ്റർ കൊടുത്തു. നോസിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് നടുഭാഗം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, ഒറ്റ മുകളും താഴെ വരെയൊന്നും ചെയ്യാറില്ല. പിന്നെ ക്യൂപ്പിഡ്സ് ബോണ്, ചിന്നൊക്കെ ഒന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു, ഹൈലൈറ്റർ വെച്ച്. പിന്നെ ഞാൻ ലിപ്പിലുള്ള എക്സസൈഡിലെ ലിപ് ബാം എല്ലാം ഒരു ടിഷ്യൂ വെച്ച് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മെബ്ലിൻ്റെ റീബൽ ബൊക്കറ്റ് 10 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്, പിങ്കാണ്, ഭയങ്കര ക്രീമിയാണ്. അത് കാരണമാണ് ഞാൻ ബ്രഷില്ല, അത് ആ ടെമ്പിൾ സൈഡും ഒക്കെ ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അടുത്ത ബ്ലഷാണ്.
നമ്മളത് സെയിം പാലറ്റിൽ തന്നെ ബ്ലഷ് ഉണ്ട്. നല്ലൊരു അപ്രിക്കോട്ട് കളറാണ്, ഒത്തിരി അങ്ങ് പിങ്കിഷ് ഒന്നും അല്ല, നാച്ചുറൽ കളറാണ്. സോ അത് വെച്ച് നന്നായിട്ട് ബ്ലഷ് ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാരണ ചിരിച്ചിട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല, ഇങ്ങനെ ജസ്റ്റ് നമുക്കറിയുമല്ലോ ആ ഭാഗത്ത് അങ്ങനെ ജസ്റ്റ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതിന് എൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യണം, എല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൽ തന്നെ ഒരു ഹൈലൈറ്റർ കളറുണ്ട്, അത് വെച്ച് തന്നെ ഞാൻ ബ്ലഷിൻ്റെ മുകളിൽ, അതായത് ചീക്ക് ബോണിലും കൂടെ, ചീക്ക് ബോണിൻ്റെ മുകളിൽ ഒന്ന് ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യും. ഫോർഹെഡിലും ഞാനൊന്ന് ഹൈലൈറ്റർ കൊടുത്തു. നോസിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെയ്യും, നടുഭാഗം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, ഒറ്റ മുകളും താഴെ വരെ ഒന്നും ചെയ്യാറില്ല. പിന്നെ ക്യൂപ്പിഡ്സ് ബോണ്, ചിന്നൊക്കെ ഒന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു, ഹൈലൈറ്റർ വെച്ച്. പിന്നെ ഞാൻ ലിപ്പിലുള്ള എക്സസൈഡിലെ ലിപ് ബാം എല്ലാം ഒരു ടിഷ്യൂ വെച്ച് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മെബ്ലിൻ്റെ റീബൽ ബൊക്കറ്റ് 10 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്, പിങ്കാണ്, ഭയങ്കര ക്രീമിയാണ്. അത് കാരണമാണ് ഞാൻ ബ്രഷ് വെച്ചിട്ടിടുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. ഇപ്പം ഇങ്ങനെയായിരിക്കും, കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിക്കാം. നല്ലൊരു അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അത് ബാക്ക് ഡ്രോപ്പ് വെച്ചപ്പോൾ അതെന്തോ ഭയങ്കര ലൈറ്റ്, എന്തൊക്കെയോ ചെറിയ പ്രശ്നം, അപ്പോൾ ആകെ മൊത്തം എങ്ങനെയായി. എന്തായാലും ഞാൻ ഇത് ഊരിയിട്ട്, ബാക്ക് ഡ്രോപ്പ് ഊരിയിട്ടും കാണിച്ചു. ആക്ച്വലി ഇതാണ് കറക്റ്റുള്ള കളർ. ഓക്കെ, ലിപ്സ് മറ്റേത് എന്തോ ഭയങ്കര ലൈറ്റായ പോലെ തോന്നുന്നു. അല്ല, ഫൗണ്ടേഷൻ ഇട്ടതും എല്ലാം ഭയങ്കര ലൈറ്റായ പോലെ തോന്നുന്നു.